വഴിയിൽ ഉപേക്ഷിച്ചിട്ട് വരാൻ എന്താ കരിമ്പൂച്ചയാ? മനുഷ്യനായ എത്ര ക്രൂരത പാടില്ല. ഇങ്ങോട്ട് വരട്ടെ, കഴിച്ചോളൂ കേട്ടോ. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. വെള്ളം കുടിച്ചോളൂ. ആരും ഓർക്കുന്നുണ്ടാവും, അതുകൊണ്ടാ. ഓർത്തത് വേറെ ആരുമല്ല, ഞാൻ തന്നെടാ തെണ്ടി. പിടിക്കേണ്ടടുത്ത് തന്നെ പിടിച്ച് നീ വീണ്ടും നുഴഞ്ഞു കേറിയല്ലേ? ഉരുട്ടി വിഴുങ്ങവൻ. ചേച്ചിയാ? ഞങ്ങളുടെ അവിടെ പെണ്ണുങ്ങളെ ചേച്ചിന്ന് വിളിക്കാം. ഈ പാവത്തിന് ഒരു മൃഗത്തെ പോലെ വഴി കൊണ്ട് തള്ളിയതും പോരാ, വീണ്ടും വന്ന ആളാവുക. പാവോ? ത്യാഗം ചെയ്യാൻ ഇറങ്ങി തിരിച്ച ചെറ്റേവൻ. ചെറ്റയുടെ ചാ പാച്ചയുടെ ചായണോ? മതി, മതിയായിട്ടില്ല. ഉപദ്രവിച്ചിടത്തോളം പോരെ. ആരായാലും ഈ വീട്ടിൽ ഞാൻ പറയണ കേട്ടാ മതി. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. കുടുംബത്തെ കയറ്റം കൊള്ളൂല അവന്. എന്നാ നീ എന്നെ ഫ്ലൈറ്റ് കയറ്റാ. അയ്യോ പണ്ടാറാണ് ഇവനെ എന്റെ മുഖത്തൊക്കെ എന്താ പറഞ്ഞെന്നറിയോ? ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞു. പറഞ്ഞു. രാമാനുജനത് ആവശ്യപ്പെട്ടതിൽ എന്താ തെറ്റ്? ചേച്ചി എന്നെ പറ, ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ആത്മസുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റൂ? അതൊരു കുറ്റാണോ? ഒരു കുറ്റമില്ല. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നല്ലത് ഉപദേശിച്ച് ആർക്കും പിടിക്കില്ല. ഏതായാലും ഭക്ഷണം മുടക്കണ്ട, ധൈര്യമായിട്ട് കഴിച്ചോളൂ. ഓഹോ, അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടെയാണല്ലേ നീ ഇവനെ ഉരുട്ടുരുട്ടി തീറ്റണത്. കൂട്ടല്ലേ കൂട്ടല്ലേ? ഭാര്യ ഭർത്താക്കന്മാരുടെ ശ്രേയസിനും ആയുസിനും വേണ്ടി ദേവി പ്രീതിക്ക് ഇവിടുത്തെ ആചാരപ്രകാരം ഒരു ഉമ്മത്താട്ട് ചടങ്ങുണ്ട്. അല്ല, ഉമ്മത്താട്ട് ചടങ്ങ്. അത് നടത്തണമെന്ന് രാമാനുജൻ പറഞ്ഞു. അതിലെന്താ അത്ര വലിയ തെറ്റ്? ഉമ്മത്താട്ടോ? സ്വന്തം ഭർത്താവ് എതിർത്തപ്പോ ഒരു ആത്മസുഹൃത്ത് എന്നുള്ള നിലയിൽ രാമാനുജൻ നടത്താന്ന് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? ഏതായാലും ആ വഴിപാട് ഞാൻ നേർന്നു കഴിഞ്ഞു. ചേച്ചിയുടെ എല്ലാ വഴിപാടും ഞാൻ കൂട്ടുണ്ടാവും. അയ്യോ, പായസം ഉണ്ട്, മറന്നുപോയി. പായസോ? നിനക്ക് പായസത്തിന്റെ പാഷണം കഴിക്കി തരോ പട്ടി. തൊട്ട് കളിക്കരുത്. ഇപ്പൊ എന്റെ സ്പോൺസർ ചേച്ചിയാ. നീ വിവരം അറിയും. ചേച്ചി മീശ വെച്ച് നടന്നുണ്ടായില്ല. പുരുഷനായാൽ ആണത്തം വേണം. അകത്ത് സ്വർണ്ണ നിക്ഷേപം വെച്ച് പുറത്ത് പിച്ചെടുക്കുന്ന ഒരു ലോക മണ്ടന നീ. പക്ഷേ ഈ ശുക്രരാശിക്കാരൻ പിന്മാറില്ല. നിന്നിലൊരു കുഞ്ഞിക്കാല് കണ്ടിട്ടേ ഞാൻ പിന്മാറുള്ളൂ. അതിനുള്ള പാലം ഞാൻ പോണത് കഴിഞ്ഞുടാ. എന്റെ പഴനിമലാണ്ടവനെ മുരുക, ഇവന്റെ ആഗ്രഹം നടക്കാതെ പോയാൽ ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇവന്റെ തല മൊട്ടയടിച്ചേക്കാമേ. നീ അവിടെ പോയിട്ട് മൊട്ടയടിക്കണ്ടാ, ഞാൻ ഇവിടെ തന്നെ വെച്ച് അടിച്ചു തരാടാ. എന്നാ ഹരഹരോ ഹരഹര. ഇന്ന് കറുത്ത വാവ്, നാൽക്കാലികളും ഇരുകാലികളും കാമപരവശരാവുന്ന ദിവസം. ശുഭലക്ഷണം. ഇനിയുണ്ടാ? നിനക്കിത് എവിടെ വെക്കാനാ?